ഇന്ന് നമുക്ക് നല്ല രുചികരമായ പരിപ്പ് പായസം റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ആദ്യം ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പാനിയാക്കി മാറ്റി വെക്കാം. ഇനി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ച് വെക്കാം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ പരിപ്പ് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നതുവരെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് രണ്ടാം പാല് ആവശ്യത്തിന് ചേർത്ത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഒരു 6 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ ഫുള്ള് റിലീസ് ആവുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് പരിപ്പ് ഉടച്ചെടുക്കണേ. ഇനി പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പോട്ട് അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് ശർക്കര പാനി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉടച്ചു വെച്ച ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് ബാക്കിയുള്ള രണ്ടാം പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഏലക്ക, ചുക്ക്, നല്ല ജീരകം എന്നിവ പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇനി കുറുകി വരുന്ന സമയത്ത് ഒന്നാം പാൽ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയ പാനിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് കാഷ്യൂസും വേണമെങ്കിൽ കുറച്ച് കിസ്മിസും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചികരമായ പരിപ്പ് പായസം റെഡി.